പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങയുടെ സന്നിധിയിൽ അണിഞ്ഞിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും തുർക്കൻ പാർക്കണമേ. ഈശോയെ, ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളെയും എല്ലാ സാഹചര്യങ്ങളെയും പരിപൂർണമായി നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈശോയെ നാഥ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും എല്ലാ ജീവിത സാഹചര്യങ്ങളെയും ഈശോയെ നിനക്കറിയാമല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നേ ദിവസം താഴെ സുവിശേഷം 2-ാം അധ്യായം 13-14 വാക്യങ്ങൾ നമുക്ക് ധ്യാന വിഷയമാക്കാം. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ ജോസഫിന് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ഉണരുക, ശിശുവിനെയും അമ്മയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ജോസഫ് ഉണർന്ന ശിശുവിനെയും അമ്മയും കൂട്ടി രാത്രിയെ തന്നെ ഈജിപ്തിലേക്ക് പോയി. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങയെ സംരക്ഷിക്കാൻ വിശുദ്ധ യോസേപ്പ് പിതാവിനെ നിയോഗിച്ച പിതാവായ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഭയത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെയും നിമിഷങ്ങളിൽ ദൈവഹിതം തിരിച്ചറിയാൻ ജോസഫിന് സാധിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങളെടുക്കാൻ സാധിക്കാതെ വരുന്ന മേഖലകളിൽ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തീരുമാനമെടുക്കുവാൻ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് ഈ നിമിഷം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഉണരുക എന്നുള്ളൊരു വിളി ദൈവം ജോസഫിന് നൽകുന്നത് ജാഗ്രതയായിട്ടാണ്. ദൈവം ജോസഫിനോട് ആവശ്യപ്പെടുന്നത് ഉണരാനാണ്. ആത്മീയമായ ഉറക്കത്തിൽ നിന്നും ഉണർന്ന് ദൈവത്തിൻ്റെ പദ്ധതികൾക്കായി ഒരുങ്ങേണ്ട കാലമാണ് ഈ കാലമെന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. ദൈവത്തിൻ്റെ പദ്ധതികൾക്കായി നാം ഒരുങ്ങണം. ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ്, അത് ഭൗതികമായ ഉറക്കം മാത്രമല്ല, ആത്മീയമായ ഉറക്കവുമുണ്ട്. ദൈവത്തോടു കൂടെയായിരിക്കുക, ദൈവത്തോടുകൂടി ധ്യാനത്തിലായിരിക്കുക എന്നതിനോടൊപ്പം അവിടെ നിന്നും തമ്പുരാൻ നമ്മെ വിളിക്കുന്നുണ്ട്, ഉണരുക എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ അലസതകൾ വെടിഞ്ഞ് ഈശോയ്ക്കായി ഉണർന്നിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരു ആത്മീയ അലസതയെ നമ്മുടെ ജീവിതത്തിലുണ്ടാവാം. ആത്മീയ അലസതയിൽ നിന്നും നമ്മൾ ഉണരേണ്ടതായിട്ടുണ്ട്. ഇവിടെ ജോസഫ് ആത്മീയ അലസതയിലായിരുന്നു എന്ന് വിവക്ഷിക്കുന്നില്ല എങ്കിൽ പോലും പലപ്പോഴും നമ്മൾ ആത്മീയ തലത്തിൽ അലസരാവാറുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ആഴത്തിൽ ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. ഒരു രാത്രിയിലെ യാത്ര എന്ന് പറയുന്നത് അത് അചഞ്ചലമായൊരു വിശ്വാസം ആവശ്യമുള്ള കാര്യമാണ്. തമ്പുരാൻ ഇപ്പോൾ പുറപ്പെടാൻ പറയുന്നു. ആ നിമിഷം തന്നെ ജോസഫ് പുറപ്പെടുകയാണ്. നേരം വെളുക്കുന്നതുവരെ കാത്തു നിൽക്കുന്നില്ല ജോസഫ്. ആ രാത്രിയെ തന്നെ പുറപ്പെട്ടു എന്നാണ് കാണുന്നത്. വഴികൾ വ്യക്തമല്ലാതിരുന്നിട്ടും ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ച് അവൻ ഇറങ്ങിത്തിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇരുളടഞ്ഞ നിമിഷങ്ങളിൽ പരാതിപ്പെടാതെ ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ വിശുദ്ധ ജോസഫ് നമുക്ക് മാതൃകയാവുകയാണ്. ഇന്നത്തെ സുവിശേഷം നമ്മോടതാണ് ആവശ്യപ്പെടുന്നത്. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു നിൻ്റെ ഓരോ ചുവടുകളും മുന്നോട്ട് വയ്ക്കുക. ഈജിപ്ത് എന്ന് പറയുന്നൊരു താൽക്കാലിക ഭയമാണ്. ഒരിക്കൽ അടിമത്തത്തിൻ്റെ നാടായിരുന്ന ഈജിപ്തിനെ ദൈവം തൻ്റെ പുത്രന് സുരക്ഷിതമായ ഒരിടമാക്കി മാറ്റുകയാണ്. ദൈവം കൂടെയുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടുന്ന സാഹചര്യങ്ങൾ പോലും നമുക്ക് അനുഗ്രഹമായി മാറുമെന്നുള്ളതാണ്.
ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് സുരക്ഷിതമായ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന പിതാവായ ദൈവമാണ് തൻ്റെ പുത്രനായ മിശിഹായെ, തൻ്റെ പുത്രനെ രക്ഷിക്കാൻ വേണ്ടി യോസേഫ് പിതാവിനോട് ആവശ്യപ്പെടുന്നത് ഈജിപ്തിലേക്ക് തൻ്റെ പുത്രനെ കൊണ്ട് ഓടിച്ച് പോവുക എന്നുള്ളത്. ഒരിക്കൽ അടിമത്തത്തിൻ്റെ സ്ഥലമായിരുന്നു. ദൈവം നമ്മുടെ കൂടെയുണ്ട് എങ്കിൽ അടിമത്തത്തിൻ്റെ സ്ഥലമെന്ന് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് പോലും ആ സാഹചര്യത്തെ പോലും നമുക്ക് അനുഗ്രഹമാക്കി മാറ്റാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ ഈശോയെ സംരക്ഷിക്കാനുള്ള പുണ്യ ഇടങ്ങളായി നമുക്ക് മാറ്റിയെടുക്കണം. കാരണം അടിമത്തത്തിൻ്റെ നാട്ടിൽ ദൈവം തൻ്റെ പുത്രനെ സംരക്ഷിക്കുവാനുണ്ട്, അങ്ങോട്ടുകൂടി രക്ഷപ്പെടാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെന്ന് പറയുന്നത് ഈശോയ്ക്ക് വസിക്കുവാനുള്ള, സുരക്ഷിതമായി വസിക്കുവാനുള്ള ഇടങ്ങളാണ്. നമ്മുടെ വേദനകൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ ആവ്യകതകളെല്ലാം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, അമാരി എന്ന സ്ഥലങ്ങളിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളെ അല്ലെങ്കിൽ ഭയപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവാം. അതെല്ലാം ഈശോയ്ക്ക് സംരക്ഷണം നൽകുവാനുള്ള, ഈശോയ്ക്ക് സുരക്ഷിതമായി വസിക്കാനുള്ള ഇടങ്ങളാണെന്ന് വിശ്വാസപൂർവ്വം നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ സംരക്ഷകനാകുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ്. ജോസഫ് ശിശുവിനെ സംരക്ഷിച്ചു. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുവട്ടമുള്ള നിസ്സഹായരെയും ദുർബലരെയും സംരക്ഷിച്ചുകൊണ്ട് നമുക്കും ജോസഫുമാരാകാൻ സാധിക്കട്ടെ. മറ്റുള്ളവർക്ക് സുരക്ഷിതത്വം നൽകുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഈശോയെ തന്നെയാണ് ശുശ്രൂഷിക്കുന്നത്. ജോസഫിൻ്റെ നിശബ്ദമായ അനുസരണത്തെ നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് ചിന്തിക്കാം. ഒരുപക്ഷെ നമ്മളിപ്പോൾ ആത്മീയമായ ഒരു സുരക്ഷിത ബോധത്തിലായിരിക്കുന്ന സ്ഥലത്തു നിന്നും തമ്പുരാൻ ആഗ്രഹിക്കുന്ന അടിമത്വത്തിൻ്റെ നാട്ടിലേക്ക്, വേദനകളും കഷ്ടപ്പാടുകളുമുള്ള നാട്ടിലേക്ക് സുരക്ഷിതമായി നിന്നിലുള്ള ഈശോയെ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ഒരുപക്ഷെ സുരക്ഷിതത്തിൻ്റെ നാട്ടിൽ നിന്നും ഒരുപക്ഷെ അടിമത്വത്തിൻ്റെയും സങ്കടങ്ങളുടെയും വേദനകളുടെയും നാട്ടിലേക്ക് ഒരുപക്ഷെ നീ പലായനം ചെയ്യേണ്ടി വരും. മറ്റൊന്നിനുമല്ല, നിന്നിലുള്ള ഈശോ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി. എന്നിലുള്ള ഈശോയെ നഷ്ടപ്പെടുത്തി കളയുന്ന ചില സുരക്ഷിതമായ സ്ഥലങ്ങളിലാണോ ഞാനിപ്പോൾ വസിക്കുന്നതെന്ന് പരിശോധിച്ച് നോക്കാം. തമ്പുരാൻ നമ്മോട് ചോദിക്കുന്നതിൻ്റെ ചോദ്യം ഇതാ: പ്രതിസന്ധികൾ തളർന്നു പോകാതെ ജോസഫിൻ്റെ ധൈര്യവും ദൈവവിശ്വാസവും ഓരോ മക്കൾക്കും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, അങ്ങയുടെ വഴിയെ ഞങ്ങളെ നയിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദുശ്ശീലങ്ങളെ ഉപേക്ഷിക്കുവാനും രാത്രിയിൽ യാത്ര തിരിച്ച് തൻ്റെ വളർത്തും പുത്രൻ ഈശോയെ സംരക്ഷിച്ചതുപോലെ നന്മയുടെ വഴികളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും നമുക്ക് പ്രത്യേകമായി മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ഭാവിയെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്നവർക്കും ആകുലതകൾ കഴിയുന്നവർക്കും ദൈവത്തിൻ്റെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ നിയോഗം വയ്ക്കുമ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിൽ സംരക്ഷിക്കപ്പെടണം. ആ വലിയ ആഗ്രഹത്തോടു കൂടിയുള്ള നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ സംരക്ഷണയെ വിശ്വസിച്ച് വിശുദ്ധ ജോസഫിനെ പോലെ ദൈവഹിതം അനുസരിക്കുവാൻ തയ്യാറായിക്കൊണ്ട് സന്തോഷത്തോടെ ഇന്ന ദിവസം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഈശോ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.